ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് കറിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ താറാവാണ്. അത് 2 കിലോ ഉള്ള താറാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് താറാവ് വേവിക്കാനായിട്ട് വെക്കണം. അതിനു വേണ്ടി താറാവിലേക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 സവോളയാണ്. അതിൻ്റെ പകുതി സവോള നമ്മൾ ആദ്യമേ താറാവ് വേവിക്കുന്നതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും ഇഞ്ചിയും വെളുത്തുള്ളിയും 3-4 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് താറാവിൽ നല്ലോണം ഇളക്കി നമുക്ക് അരമണിക്കൂർ വയ്ക്കാം. ഇങ്ങനെ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് കുക്കറിൽ വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാൻ 2 മീഡിയം കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. കുക്കറിൽ താറാവ് വെച്ച് വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. താറാവ് വേഗം കുറച്ച് സമയമെടുക്കും. കുക്കറിലേക്ക് താറാവ് ഇട്ടതിന് ശേഷം ഇറച്ചിയുടെ മുകളിലായിട്ട് വെച്ച് വേണം കിഴങ്ങ് വേവിക്കാനായിട്ട് വയ്ക്കാൻ. കിഴങ്ങും ഇറച്ചിയും കൂടെ മിക്സ് ചെയ്ത് വേവിക്കരുത്. കുക്കർ തുറക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കിഴങ്ങെടുത്ത് മാറ്റിയിട്ട് വേണം കറിയിലേക്ക് ഇറച്ചി ചേർക്കാനായിട്ട്. അല്ല എങ്കിൽ കിഴങ്ങ് ആദ്യമേ ഉടഞ്ഞു പോകും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറിയെല്ലാം റെഡിയാക്കിയതിന് ശേഷം വേണം കിഴങ്ങ് അതിലേക്ക് ചേർക്കാനായിട്ട്. നമുക്കിവിടെ മസാല തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളിയാണ്. അതുപോലെ പരന്ന പാത്രത്തിലാണ് താറാവ് കറി വെക്കേണ്ടത്. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സവോളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 പച്ചമുളകാണ്, കറിവേപ്പിലയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വഴന്നു വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. താറാവ് കറിയുടെ ഗരം മസാലയ്ക്ക് നമ്മൾ നോർമൽ ഗരം മസാലയെക്കാട്ടിലും കുരുമുളകും ഗ്രാമ്പും കൂടുതലായിട്ട് ചേർത്തിട്ട് വേണം പൊടിക്കാനായിട്ട്. അങ്ങനെ എടുത്തിരിക്കുന്ന ഗരം മസാലയും ചേർത്ത് നല്ലോണം വഴറ്റി അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവിലെ വെള്ളം മാത്രം ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ കിടന്ന് നല്ലോണം വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നിടം വരെ അത് വേവിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അതും ചേർത്ത് കറിയൊന്ന് നല്ലോണം കുറുകി വരുമ്പോൾ താറാവിറച്ചിയുടെ മുകളിൽ വെച്ചിരുന്ന കിഴങ്ങ് മാറ്റി വെച്ചിരുന്നു. കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. കിഴങ്ങ് ചേർക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതും ചേർത്ത് നല്ലോണം ഇളക്കി ചാറ് ഒരുപാട് വേണ്ട എങ്കിൽ അതൊന്ന് കുറുകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ താറാവ് കറി റെഡിയായി. അതിനെ ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം.